നാട്ടിൽ പോയി വന്ന ശേഷം വളരെ വിഷമത്തോടെ ഇരിക്കുന്ന നീനയെ കണ്ട് ദയ അടുത്തു ചെന്നു. എന്തു പറ്റി? ആകെ വിഷമിച്ചാണല്ലോ ഇരിക്കുന്നത്. ഞാൻ അമ്മയോട് യാത്ര പോലും പറയാതെയാണ് പോന്നത്. ഇങ്ങനെ നീന പറഞ്ഞപ്പോൾ ദയ ചോദിച്ചു, അതെന്തു പറ്റി അമ്മയോട് യാത്ര പോലും പറയാതെ പോന്നത്? ഞാൻ അമ്മയുമായി വഴക്കിട്ടു. കാരണം എന്താണെന്ന് തിരക്കിയപ്പോൾ ദയയ്ക്ക് തന്നെ ഉത്തരം മുട്ടിപ്പോയി. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടു. അതിന് ഇറക്കം കുറവാണെന്നും കയ്യില്ല എന്നും അങ്ങനെ നൂറുകൂട്ടം കുറ്റങ്ങളായിരുന്നു അമ്മയ്ക്ക്. ഞാനും അമ്മയും തമ്മിൽ വഴക്കായി. അമ്മ ചോദിച്ചു, ഇങ്ങനെയാണോ പള്ളിയിൽ പോകുന്നത്? നിനക്ക് മാന്യമായി വസ്ത്രം ധരിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ തിരികെ ചോദിച്ചു, എന്താണ് ഈ വസ്ത്രത്തിന് കുഴപ്പം? ഇത് ഇട്ടതുകൊണ്ട് എന്താണ് കുഴപ്പം? അങ്ങനെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വാക്കുതർക്കമായി. ഒടുവിൽ ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അമ്മ കയ്യിലിരുന്ന് തവി വെച്ച് എന്നെ തല്ലുകയും ചെയ്തു. ദയ വളരെയധികം ജിജ്ഞാസയോട് ചോദിച്ചു, എന്തുത്തരമാണ് നീ പറഞ്ഞത്? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിലുള്ളവർ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാറുണ്ടല്ലോ, അപ്പോഴൊന്നും അവിടെ കുഴപ്പമില്ലല്ലോ. അതേ ദൈവത്തോട് തന്നെയല്ലേ ഞാൻ ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോഴെന്താണ് ഈ ഡ്രസ്സ് ധരിക്കാൻ കുഴപ്പം? ഇത് കേട്ട ഉടനെ അമ്മ എന്നെ തവിയെടുത്ത് അടിച്ചു. ഞാൻ ചോദിച്ചതിൽ ഉത്തരം മുട്ടിയതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ യാത്ര പോലും പറഞ്ഞില്ല ഇറങ്ങിയപ്പോൾ. ദയ ഒരു പുഞ്ചിരിയോടുകൂടി അവളുടെ വർത്തമാനം കേട്ടിരുന്നു.